ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിറകിൽ ആരായിരുന്നു? ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം സഹോദരിയെ പോലും വഞ്ചിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ കൊള്ള മുതൽ സ്ഥാപിച്ചു വെച്ചു. അപ്പോ അവിടെ പോയി പിടിച്ചത് വിജിലൻസ് ആണ്, പിണറായി വിജയന്റെ വിജിലൻസ് ആണ്. അങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള പ്രശ്നമായി മാറുകയും എന്നിട്ട് സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി SIT പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 3 അന്വേഷണ ഏജൻസിയുടെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഏത് തരത്തിലുള്ള അന്വേഷണവും ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി SIT പ്രഖ്യാപിച്ചത്. അതിന്റെ ഉദ്യോഗസ്ഥൻ, അതിന്റെ ചീഫ് വളരെ വളരെ ഷാർപ്പായി ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൽ പങ്കാളിത്തം വഹിക്കുന്നു എന്ന് ഒരു മാധ്യമവും ഇതുവരെ, മലയാള മനോരമയാണ് ഏറ്റവും കൂടുതൽ സർക്കാരിനെതിരായിട്ട് നിൽക്കുന്ന ഒരു മാധ്യമം, ആ മനോരമ പോലും ഇതുവരെ അത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ചില്ല. നാളെ ഉന്നയിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. അതെ, എന്ന് വെച്ചാൽ കള്ളത്തരം എവിടെയെങ്കിലും പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തൊണ്ടി മുതൽ പൊക്കി കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ പോലീസിന്റെ മേന്മ. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വ കാലത്ത് ഇമാതിരി കള്ളത്തരങ്ങൾ ശബരിമലയിൽ നടക്കുകയാണെങ്കിൽ അവിടെ സർക്കാരിന് റോളില്ല. അങ്ങനെയല്ലേ ന്യായം? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.